ഇപ്പൊ ഇതിങ്ങനെ കൊണ്ടത് ചുംബിക്കാൻ നല്ല രസമാണ്. പക്ഷെ ഇതുകൊണ്ട് നാളെ മശറയിലോട്ട് പോകുമ്പോ എന്താ ഉണ്ടാകുക? ചൂടുള്ള കത്രിക എടുത്തിട്ട് ഇങ്ങനെ അവിടെ പിടിച്ച് വലിച്ചങ്ങോട്ട് വെച്ചിട്ട് കണ്ടിക്കും നല്ലതുപോലെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാർ. ആ പെണ്ണിനെ മാനം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ അവളെ ബലാത്കാരമായി അവളെ ബ്ലൂ ഫിലിം കാണിച്ചിട്ട് അവളെ വശീകരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അവളുടെ തന്നെ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങൾ കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഹോട്ടൽ റൂമിലേക്ക് നിർബന്ധിച്ച് കൊല്ലം ടൗണിലുള്ള പാർക്കിലേക്ക് കൊണ്ടുവന്ന് അവളെ മാനഭംഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, تشهد عظم فخذه اليسرى, അവന്റെ ഇടത് കാലിന്റെ ഇടത് തൊടയല് എണീറ്റ് നിന്നുകൊണ്ട് സാക്ഷി നിൽക്കുമത്രേ. മനുഷ്യൻ ചെയ്ത നന്മകൾ വലതുകാലിൽ സാക്ഷി നിൽക്കും, മനുഷ്യൻ ചെയ്ത തിന്മകൾ ഇടതുകാലിൽ സാക്ഷി നിൽക്കും. അല്ലാഹു വലതുകാലിന് ഒരുപാട് സാക്ഷി നിൽക്കാൻ തൗഫീഖ് കൊടുക്കും. അള്ളാഹു കബൂലാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളും കൂടി വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇടതുകാല് അവനെതിരെ സാക്ഷി നിൽക്കും. ആര് പറയാ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറ നിസാറല്ല. فإن زناها تشهد عظم فخذه اليسرى, അവൻ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഇടതുകാലിന്റെ തുടയല് അവനെതിരെ സാക്ഷി നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ടല്ലയോ പറഞ്ഞത്, ലാ തത്തബിഉ ഇലാ ഹുസ്നി റിദാഇൽ മർആ, നല്ല മൊഞ്ചുള്ളതായ പെണ്ണിന്റെ തട്ടത്തിലേക്ക് പോലും നോക്കരുതേ. ലാ തത്തബിഉ ഇലാ ഹുസ്നി റിദാഇ ഇംറഅ, ഒരു പെണ്ണിലേക്ക് നോക്കരുതെന്നല്ല പറഞ്ഞത്. ഒരു പെണ്ണ് നല്ല മൊഞ്ചുള്ള ഒരു തട്ടം ഇട്ടുകൊണ്ട് ഇങ്ങനെ പോവാ, മണവാട്ടി പെണ്ണ് പോകുന്ന പോലെ, ആ തട്ടത്തിലേക്ക് പോലും നോക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തേ കാരണം? ഫഇന്നൻ നളറ യജ്അലു ശബകതൻ ഫീ ഖൽബിക, ആ നോട്ടം തന്നെ നിന്റെ ഹൃദയത്തിൽ ഒരു പിശാചിന്റെ കെണിവല സൃഷ്ടിക്കാൻ കാരണമായി തീരുമേ. വികാര വിചാരങ്ങൾ മനസ്സിലേക്ക് കൂട്ടപ്പെടുമേ. ആ തട്ടം കാണുമ്പോ തന്നെ നല്ല മനസ്സിലേക്ക് ഒരു മൊഞ്ചുള്ള തട്ടം കാണുമ്പോ തന്നെ തൃപ്തി വരും. പെണ്ണേത് കൊലച്ചോ ആയിക്കോട്ടെ, പക്ഷെ ഇവന്റെ കോലം, തട്ടത്തിന്റെ കോലം കാണുമ്പോ തന്നെ ഇവന്റെ മനസ്സിളകാൻ. അപ്പോഴേ ഇവന് പിടിക്കാൻ തോന്നുക, അപ്പോഴേ പ്രശ്നമൊക്കെ ഉണ്ടാകുക. ഖബറിനെ അണിയിപ്പിച്ച് മഹ്ശറയിലേക്ക് എത്തുമ്പോ കാലാ സാക്ഷി നിൽക്കുക. അതാ മരിച്ചു വെക്കണം. ഒരാളും ഉണ്ടാവൂല എന്ന് സഹായിക്കാൻ. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. നാളെ മഹ്ശറാബൻ സഭയിൽ സർവരും വിറങ്ങലിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ചിലർ അരവരെ വിയർപ്പിൽ, ചിലർ മുട്ടുവരെ വിയർപ്പിൽ, ചിലർ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് നീന്തി തുടിച്ചു നിൽക്കുമ്പോ അതാ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കത്തിയാളുന്ന നരകത്തെ കൊണ്ടുവന്ന് മാലിക് അലൈഹിസ്സലാം നിർത്തുമ്പോ ഒരാള് പോലും തുണയില്ലാതെ വിഷമിക്കുമ്പോ ആ സമയത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് അവന്റെ കൈ അവനെതിരായി സംസാരിക്കുമത്രേ. മനുഷ്യൻ ചെയ്തതായ സകല നീച പ്രവർത്തനങ്ങൾ, ബസ്സിൽ കയറി ഓരോ പെണ്ണിന്റെ ശരീരഭാഗങ്ങൾ സ്പർശിച്ചത് മുതൽ, ഏതെങ്കിലും ഒരു മാളിലേക്ക് കടന്നു ചെന്നപ്പോ, ഏതെങ്കിലും ഒരു ഷോപ്പിൽ കടന്നു ചെന്നപ്പോ അവിടെയുള്ള പെൺകുട്ടികളെ കടന്നു പിടിച്ചത് മുതൽ, ബസ്സിൽ കയറിക്കൊണ്ട് പിൻഭാഗത്തേക്ക് പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് നീ നിന്നുകൊണ്ട് സുഖമനുഭവിച്ചവൻ, അതിലൂടെ രസം കണ്ടെത്തിയവൻ, ആ രീതിയിൽ അവന്റെ ദുന്യാവിലുള്ള താൽപര്യങ്ങളെ മുഴുവനും ശമിപ്പിച്ചവൻ, അവനൊക്കെ നാളെ മഹ്ശറയിലെത്തുമ്പോ അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, ഇന്നത്തെ ദിവസം അവരുടെ വായകൾക്ക് സംസാരമില്ല, അവരുടെ വായകളെ തീയിൽ വെക്കപ്പെടുമത്രേ. പരിശുദ്ധമാകുന്ന ഖുർആൻ
ഖുർആൻ സൂറത്തുൽ യാസീനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാ. യാസീൻ സൂറത്ത് നമ്മൾ ഓതുന്നുണ്ട്, പക്ഷേ അതിന്റെ അർത്ഥം നമുക്കറിയില്ല. യാസീൻ സൂറത്ത് ഓതുന്നില്ല, ആ ഖുർആൻ ഇന്ന് നമ്മൾ പഠിക്കാൻ തയ്യാറാവുന്നില്ല. ഓതുന്നവർ പോലും അതിന്റെ അർത്ഥ തലങ്ങളിലേക്ക് ചിന്തിക്കുന്നില്ല. മഹ്ശറിയുടെ വിചാരണയുടെ ഘട്ടം അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാ. വതുകല്ലിമുനാ ഐദീഹിം, അവന്റെ കരങ്ങൾ അവനെതിരായി സംസാരിക്കുമത്രേ. വതശ്ഹദു അർജുലുഹും, അവന്റെ കാലുകൾ അവനെതിരായി സാക്ഷി നിൽക്കുമത്രേ. മനുഷ്യൻ ചെയ്ത നന്മകൾ വലത് കൈവിളിച്ച് പറയുമ്പോ വലത് കാൽ അനുകൂലമായി സാക്ഷി നിൽക്കുമത്രേ. മനുഷ്യൻ ചെയ്തതായ തിന്മകൾ ഇടത് കൈവിളിച്ച് പറയുകയാണ്, അല്ലാഹുവേ അല്ലാഹുവേ, ഇവൻ കള്ളുകുടിച്ചവനാണ്, ഇവന്റെ യുവത്വം നശിപ്പിച്ചവനാണ്, ഇവൻ വ്യഭിചരിച്ചവനാണ്, ഇവൻ ഒരുപാട് തിന്മകൾ, ഇവൻ അശ്ലീലതകൾക്ക് വഴി നടത്തിയവനാ, അതുകൊണ്ട് ഇവനെ രക്ഷപ്പെടുത്തരുതേ അല്ലാ എന്ന് കൈ വിളിച്ച് പറയുമ്പോ ഇടതുകാലിന്റെ തുടയല് എണീറ്റ് നിന്നുകൊണ്ട് പടച്ചറപ്പിനോട് അവനെതിരെ സാക്ഷി നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരിശുദ്ധമാകുന്ന ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, വലാ തസിറു വാസിറതു വിസറ ഉഖറാ, ഒരാളും മറ്റൊരാളുടെ പാപഭാരങ്ങൾ തോളിലേക്ക് ഏറ്റെടുക്കാൻ അന്ന് താൽപര്യപ്പെടാത്ത ദിനമത്രേ മഹ്ശറാബൻസഭായെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വന്തം കൂട്ടുകാരനാകട്ടെ, തന്നോടൊപ്പം സ്കൂളിൽ പഠിച്ച ക്ലാസ്മേറ്റ് ആകട്ടെ, സ്വന്തം സഹോദരനാകട്ടെ, കൂടെ പിറപ്പാകട്ടെ, ഒരാളും ശിക്ഷ പോലും ഏറ്റെടുക്കാൻ ആരും താൽപര്യപ്പെടൂല. ഒരു കൂട്ടുകാരനും വന്നവന് തുണയാവൂല. ഇവനെ തിയേറ്ററിലേക്ക് കൂട്ടിക്കൊണ്ടുപോയവനെ, ഇവനെ സിനിമാ തിയേറ്ററിലേക്ക് കൊണ്ടുപോയവനെ, ഇവനെ അശ്ലീലമാകുന്ന തലങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയവൻ, വേശ്യാവൃത്തിക്ക് വേണ്ടി ഇവനെ നിർബന്ധിച്ചു കൊണ്ടുപോയവൻ, പലിശയെടുക്കാൻ വേണ്ടി നിർബന്ധിച്ചവൻ, സർവ്വ ആളുകളെയും അല്ലാഹു കാണിക്കുമത്രേ. യുബസ്സറൂനഹും, എല്ലാ ആളുകളെയും ഇവന് മോശത്തരത്തിലേക്ക് വഴി നടത്തിയ സർവ്വ ആളുകളെയും നരകത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട്, മഹ്ശറയിൽ വെച്ചുകൊണ്ട് പടച്ചറപ്പ് കാണിക്കുമ്പോ യവദ്ദുൽ മുജ്രിമൂ ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ. അല്ലാഹുവേ അല്ലാഹുവേ, ഈ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നീ രക്ഷിക്കണേ, ഇതിലേക്ക് എന്നെ നീ കടത്തരുതേ, ഈ കത്തിയാളുന്ന നരകത്തിലേക്ക് എന്നെ നീ പെടുത്തരുതേ. മോശമാകുന്ന ജീവിതം നയിച്ച മനുഷ്യൻ, രാത്രിയുടെ യാമങ്ങളിൽ നിന്നുകൊണ്ട് അശ്ലീലതകൾക്ക് വിരാമമിട്ട് മനുഷ്യൻ പടച്ചറപ്പിനെ മറന്നുകൊണ്ട് കള്ളുകുടിച്ചുകൊണ്ട് ആൽത്തുവെച്ചുകൊണ്ട് വീടി വലിച്ചുകൊണ്ട് ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞവൻ തന്റെ